ഹായ് ഫ്രണ്ട്സ്, ഇത് അരി കൊണ്ടുള്ള സാധാരണ നമ്മളുണ്ടാക്കുന്ന അപ്പമല്ല. ഇത് റവ വെച്ചുള്ള നല്ല രുചികരമായ ഒരപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പിടുത്തം തേങ്ങയുണ്ട്. ഇത്തിരി വലിയ മുറിയായിരുന്നു തേങ്ങയുടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ വറുത്ത റവയാണ്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് ഇടണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ആ റവ കുതിർന്ന് വരുമ്പോഴത്തേനും വെള്ളം തികയാതെ വരും, അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. നല്ല പോലെ അടിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 ഏലക്ക ഇങ്ങനെ കല്ലേൽ വെച്ച് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആ തൊണ്ട് ഇടുന്നില്ല, ഉള്ളിലെ കായ് മാത്രമാണ് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കായ് അരയാതെ കിടക്കും. അതുകൊണ്ടാണ് കല്ലേൽ വെച്ചൊന്ന് ചതച്ചത്. ഇനി ഒരു നുള്ള് ജീരകം, നല്ല ജീരകം. എന്നിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും മതിയേ. ഒത്തിരി ഇട്ട് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഏലക്കായൊക്കെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ഉപ്പും കൂടെ, ഒരു നുള്ള് ഉപ്പിട്ടാൽ മതിയേ. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ട് ഇതേപോലെ ലൂസ് ഉണ്ടായിരിക്കണേ. നല്ല പോലെ അരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരു സ്പൂണും കൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് ഒഴിച്ച് വെക്കാവോളെ. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കണേ. ഇനി ഞാനിവിടെ ഒരു വാഴയില ആ പാത്രത്തിൻ്റെ അളവ് വെച്ചൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലൊന്നും പിടിക്കില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് നമുക്ക് അടർത്തി മാറ്റാം. ഇനി ഞാനിതൊരു അരഭാഗം വരെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് 2 എണ്ണത്തിനേ തികയുള്ളൂ കേട്ടോ. പാത്രം പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണേ. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം. വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഞാനിവിടെ ഒരു പപ്പടം കുത്തിയും കൊണ്ടാണ്
നോക്കണേ. കണ്ടോ, വെന്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ കമ്പിയിൽ പിടിച്ചിരിക്കുവേ. അപ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു വെക്കാം. അപ്പോൾ അത് ഞാനൊരു ഊണ് കഴിക്കുന്ന പാത്രത്തിലാണ് ഇല വെച്ച് കൊടുത്തേക്കണത്. ആദ്യം വെളിച്ചെണ്ണ തുടച്ചിട്ടാണ് ഈ ഇല വെച്ച് കൊടുത്തത്. അപ്പം അങ്ങനെ 2 അപ്പത്തിന് ഉണ്ടായിരുന്നേ. എല്ലാം തൂത്തിട്ട് കൊടുക്കാം നമുക്ക്. പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണേ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നല്ല പോലെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. നമുക്ക് സൈഡിൽ കുത്തി കൊടുക്കുകയൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെയൊന്ന് മറിച്ചാൽ മതിയേ പോന്നോളൂ. അപ്പോൾ നമുക്ക് ആ ഇല അങ്ങോട്ട് എടുത്തു മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാത്രം ഒന്ന് കമത്തി വെച്ചിട്ടൊന്ന് നേരെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരപ്പമാണേ. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ നല്ല രുചിയാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.